കണ്ണൂരിലെ ഫാർമസിയിൽ കവർച്ച നടത്തിയ 2 പേർ അറസ്റ്റിൽ. കൊല്ലം ബംഗാൾ സ്വദേശികളെയാണ് തൃശൂരിൽ നിന്നും പിടികൂടിയത്. മാർച്ചിൽ ജയിലിൽ നിന്നിറങ്ങിയ പ്രതി അന്ന് തന്നെ ഫാർമസി കണ്ടെത്തി കവർച്ചയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു. 125 കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കൊല്ലം സ്വദേശി. തെക്കി ബസാറിലെ കണ്ണൂർ ഫാർമസിയിൽ കഴിഞ്ഞ മാസം 5-നാണ് കവർച്ച നടന്നത്. 29,000 രൂപയും ഒരു മൊബൈൽ ഫോണുമാണ് കവർച്ച നടത്തിയത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ KC സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അവ്യക്തമായ ഒരു CCTV ദൃശ്യമാണ് പോലീസിന് ലഭിച്ച ഏക തെളിവ്. ഈ ദൃശ്യങ്ങൾ പോലീസ് മറ്റ് ജില്ലകളിലെ ഗ്രൂപ്പുകളിലേക്കും കൈമാറി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ ഇരുവരെയും കുറിച്ച് തൃശൂർ പോലീസിനുണ്ടായ ചില സംശയത്തെ തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തതിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കൊല്ലം കോട്ടാത്തല സ്വദേശിയായ അഭിലാഷ് എന്ന രാജേഷ് കോട്ടാത്തല, ബംഗാൾ സ്വദേശി ശ്യാമുൽ റോയ് എന്നിവരെയാണ് ടൗൺ ഇൻസ്പെക്ടർ KC സുഭാഷ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം SI VV രാഗേഷ് അറസ്റ്റ് ചെയ്തത്. SI M അജയൻ, ASI രഞ്ജിത്ത്, നാസർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അഭിലാഷ് എന്ന രാജേഷിനെതിരെ 2022 മുതൽ മോഷണത്തിന് കേസുണ്ട്. 125ഓളം കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. ഇതിൽ 10 കേസുകൾ നിലവിലുണ്ട്. ശ്യാമുൽ റോയ്ക്കെതിരെയും നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം ഏറെയും കവർച്ചകൾ നടത്തിയിട്ടുള്ളത്. വീടുകളിൽ ഈ സംഘം കവർച്ചയ്ക്കെത്താറില്ല. മാർച്ച് 1-നാണ് കണ്ണൂരിൽ നിന്നും അഭിലാഷ് ജയിൽ മോചിതനായത്. അന്ന് തന്നെ കവർച്ചക്കുള്ള മെഡിക്കൽ ഷോപ്പ് കണ്ടുവച്ചു. കൂട്ടാളിയുമൊത്ത് കഴിഞ്ഞ മാസം 5-ന് രാത്രി മോഷണം നടത്തുകയും ചെയ്തു. CCTVയിൽ പതിയാതിരിക്കാൻ മുഖം മറച്ചാണ് കവർച്ചക്ക് ഈ സംഘം എത്താറുള്ളത്. പോലീസ് നടത്തിയ അതിസൂക്ഷ്മമായ നിരീക്ഷണവും മറ്റ് ജില്ലയിൽ നിന്നുള്ളവരാകാം പ്രതികൾ എന്ന നിഗമനവും ആണ് ഇവരിലേക്ക് അന്വേഷണമെത്താൻ സഹായകമായത്. കണ്ണൂരിൽ മറ്റെവിടെയെങ്കിലും പ്രതികൾ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.